കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ നമുക്ക് ഈ നല്ല നല്ല ഐഡിയകളൊക്കെ എങ്ങനെ കിട്ടും, അത് ആരൊക്കെ കണ്ടെത്തും എന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള ഐഡിയ ആരൊക്കെ കണ്ടെത്തും എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു തന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇഷ്ടംപോലെ ഒരു 5-10 സുഹൃത്തുക്കളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിൽ കൂടുതലുള്ളവരുണ്ടാവും. എന്തായാലും മിനിമം 5 സുഹൃത്തുക്കൾ ഉള്ള ആൾക്കാരെ കാണുള്ളൂ കൂടുതൽ. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങളുടെ 5 സുഹൃത്തുക്കളുടെ പേര്, അതായത് 5 സുഹൃത്തുക്കളുടെ പേരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുട്ടികളുടെയോ ഒന്നും പേരൊന്നും എഴുതണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കൾ, അവരുടെ പേര് മാത്രം എഴുതിയാൽ മതി. അതായത് ഒരു വെക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കണം, ഒന്ന് കൂടണം എന്നൊക്കെ കരുതുന്ന 5 പേരുടെ പേര് മാത്രം ഒന്ന് എഴുതുക. എഴുതിയോ? എഴുതി കഴിഞ്ഞെങ്കിൽ അവരവരുടെ പേരിന് നേരെയായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ വരുമാനം എത്രയാണോ ആ വരുമാനവും കൂടെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് താഴെ ഒരു വരയിട്ടിട്ട് മൊത്തത്തിൽ എല്ലാവരുടെയും വരുമാനം ഒരുമിച്ചൊന്ന് കൂട്ടിയിട്ടൊന്ന് എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതി കഴിഞ്ഞതിന് ശേഷം ആ കിട്ടിയ എമൗണ്ടിനെ ഒരു 5 വെച്ചിട്ടൊന്ന് ഹരിക്കുക. ഡിവൈഡഡ് ബൈ 5. 5 വെച്ചിട്ട് ഹരിച്ചതിന് ശേഷം ഒരു എമൗണ്ട് കിട്ടും. ആ കിട്ടിയ എമൗണ്ടിനെ എന്ത് ചെയ്യണം? ഒരു സൈഡിലോട്ട് എഴുതി വെച്ചിട്ട് അതിൽ ശരിക്കും ഒരു വട്ടം വരച്ചേ. ആ കിട്ടിയ എമൗണ്ടിനെ ചുറ്റും ഒരു വട്ടം വരച്ചേ. എന്നിട്ട് അതിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കോ, ശരിക്കും നോക്കിയോ? എന്തിനാണെന്നറിയോ? ഇത് വേറെ എമൗണ്ടൊന്നും അല്ല, വരുന്ന കൊല്ലം ഇതേ സമയത്ത് നിനക്ക് കിട്ടാൻ പോകുന്ന വരുമാനമാണത്. എങ്ങനെയാണെന്നല്ലേ? നിൻ്റെ 5 സുഹൃത്തുക്കളുടെ ആവറേജാണ് നീ, എൻ്റെ 5 സുഹൃത്തുക്കളുടെ ആവറേജാണ് ഞാൻ, അല്ലേ? അപ്പം നിൻ്റെ 5 സുഹൃത്തുക്കളുടെ ആവറേജ് എന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന എമൗണ്ടാണ് ആവറേജ്. അപ്പോൾ ആ ശമ്പളമായിരിക്കും. ഇതേ രീതിയിലാണ് നീ പോകുന്നതെങ്കിൽ അടുത്ത കൊല്ലം നിനക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം. ഇനി ഈ 5 പേരുടെ ശമ്പളം കൂട്ടി എഴുതിയിട്ട് 80,000 താഴെ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, 5 പേരുടെ ശമ്പളം കൂട്ടിയപ്പോൾ 80,000 താഴെയാണ് ആർക്കെങ്കിലും വന്നിട്ടുള്ളവർ എങ്കിൽ അവരൊരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇത് അവരോടാണ് ഞാൻ പറയുന്നത്, നിന്നോടൊക്കെ തന്നെ ഈ പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ 5 പേര് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുന്ന സാധ്യത എന്ന് പറയുന്ന ഒന്നെങ്കിൽ ഒരു കാര്യമില്ലാത്ത കുറച്ച് ഡ്രിങ്ക്സ്, അതല്ലെങ്കിൽ പരദൂഷണം. പെണ്ണുങ്ങളാണെങ്കിൽ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ നോർമലി സംസാരിക്കുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും, അതിൻ്റെ മുകളിലോട്ടൊന്നും സംസാരിക്കാറില്ല. ഇതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ പറയുന്നതെന്ന് കൂട്ടിക്കോളൂ. ഇനി 80,000 തൊട്ടൊരു 1.5-2 ലക്ഷം വരെ വരുന്നവരുണ്ടെങ്കിൽ, കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ, അവരുടെ 5 സുഹൃത്തുക്കളുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അവരധികം സംസാരിക്കുന്ന കണ്ടൻറ്റ് എന്തായിരിക്കും എന്നറിയോ? അവർ പുതിയതായിട്ട് വീട്ടിൽ മേടിച്ച ടിവിയെക്കുറിച്ചോ വാഷിംഗ് മെഷീനെക്കുറിച്ചോ, ഇല്ലെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലം മേടിച്ചതിനെ പറ്റിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ സംസാരിക്കാറ്. ഒബ്ജക്റ്റിനെ പറ്റിയിട്ടായിരിക്കും. അവർക്ക് അത്യാവശ്യം സേവ് ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള അറിയുകയും ചെയ്യായിരിക്കും. പക്ഷേ അതും കഴിഞ്ഞിട്ട് ഒരു 2 ലക്ഷത്തിന് മുകളിലോട്ട്, അതായത് 5 പേരുടെ ശമ്പളം കൂട്ടിയപ്പോൾ ഒരു 5 ലക്ഷത്തിന് മുകളിലോട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ അത്യാവശ്യം എന്താ പറയുക, അവർ 5 പേര് അവരുടെ കൂട്ടുകാരുമായിട്ട് 5 പേരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരധികം സംസാരിക്കുന്ന ഏതെങ്കിലും പുതിയ ബിസിനസ് ഐഡിയകൾ, ആശയങ്ങൾ, അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന നേട്ടങ്ങളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ കൂടെ നിർത്തുമ്പോൾ അവനുമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം, അതായത് ഒരു മോറൽ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ ഒക്കെ എക്സ്ചേഞ്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായ നേട്ടമല്ല, നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടം, എന്തെങ്കിലും ഐഡിയപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടെങ്കിൽ അവരെ എപ്പോഴും നമ്മൾ കൂടെ തന്നെ നിർത്തണം. നല്ലതാണ്. ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട്. റോട്ടറി ക്ലബ്ബുകൾ, ലയൺസ് ക്ലബ്ബുകൾ, അങ്ങനെയുള്ള ക്ലബ്ബുകളില്ലേ, ഈ ആദ്യത്തെ കാറ്റഗറി മൊത്തത്തിൽ ഈ 5 സുഹൃത്തുക്കളും കൂടെ കൂട്ടിയിട്ട് 80,000 താഴെ വരുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ജീവിതത്തിൽ അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യം മൊത്തം കൊണ്ട് ചിലപ്പോൾ കൊണ്ടുവച്ചാലും ഇങ്ങനെയുള്ള ക്ലബ്ബുകളിൽ ഒരു അംഗത്വം കിട്ടുകയില്ല. കാരണം അത്രയ്ക്കും വലുതായിരുന്നു അവിടുത്തെ അംഗത്വ ഫീസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാം അവർ അത്രയും വലിയ മെമ്പർഷിപ്പ് ഫീസ് വെച്ചേക്കുന്നത്? വേണമെങ്കിൽ അവർക്കൊരു 10,000, 15,000, 8,000, 5,000 ഒക്കെ വെക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർ കൂട്ടി വെച്ചേക്കുന്നത്? ഇതേ കാറ്റഗറിയിലുള്ള ആൾക്കാർ അങ്ങോട്ട് ചെന്ന് കയറരുത്. കയറി കഴിഞ്ഞാൽ അവന്മാർ ഇതേ കാറ്റഗറി ആയിപ്പോവും. അതാവാതിരിക്കാനാണ് അവർ കൃത്യമായിട്ടൊരു ബാരിക്കേഡ് വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യം വാസ്തവമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക.
അത് ഡിസഗ്രി ചെയ്യുന്നവർക്കൊരു ഡിസ്ലൈക്കും കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത്, അതായത് ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് ബീഹാറിലായിരുന്നപ്പോൾ ഒരു കൊച്ചൊരു ബ്ലാക്ക് ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് നിൻ്റെ സുഹൃത്തുക്കളെ കാട്ടിത്തരൂ, നിൻ്റെ ഭാവി ഞാൻ പറഞ്ഞുതരാം. ഷോ മീ യുവർ ഫ്രണ്ട്സ്, ഐ ക്യാൻ ടെൽ യുവർ ഫ്യൂച്ചർ. ഇതായിരുന്ന കൊട്ടേഷൻ. ഇത് എഴുതിയത് ഒരു പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന വ്ളാഡിമിർ ലെനിനാണ് അത് എഴുതിയത്. അപ്പോൾ ഇദ്ദേഹം ഇത് എന്തുകൊണ്ട് എഴുതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ചിന്തിക്കാൻ ഒരുപാട് സമയവും സാവകാശവും കിട്ടി, കാരണം കൊറോണയുടെ അവധിയായിരുന്നു. ആ ഒരു പോയിന്റിൽ നിന്ന് എൻ്റെ കമ്പനികളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞപ്പോൾ പലരിൽ നിന്നും പല ഐഡിയകളും എനിക്ക് കിട്ടാൻ തുടങ്ങി. ആ ഐഡിയകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആദ്യം ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആലോചിച്ചു. അങ്ങനെയൊക്കെ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. അത് വൻ സക്സസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് പേഴ്സണലി സംഭവിച്ചു എങ്കിൽ പോലും, പേഴ്സണലി എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമല്ല. കാരണം എനിക്ക് അറിയാം, എനിക്കതിനെപ്പറ്റി അറിവുണ്ട്. അത് സാമ്പത്തികം ഉണ്ടാക്കാൻ അറിയാവുന്നവന് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും പോയതൊക്കെ അവന് പുല്ല് പോലെയാണ്, അവൻ തീർച്ചയായിട്ടും ഉണ്ടാക്കും. പക്ഷേ അറിയത്തില്ലാത്തവൻ ചതിയിലൂടെ മാത്രമേ നേടത്തുള്ളൂ, അവന് ചതിയെ അറിയുള്ളായിരിക്കും. അറിയത്തില്ലാത്തവന് ചതിക്കാനേ അറിയുള്ളൂ, അവനൊരിക്കലും നേരെയോ ഉണ്ടാക്കില്ല. ഓക്കെ, അതെന്തോ വാട്ടവർ. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, അടുത്ത ടോപ്പിക്കുമായിട്ട് വരാൻ പോകുന്നത്, ബിസിനസ് ചെയ്യാൻ ഒരിക്കലും ബിസിനസ് ചെയ്താൽ സമ്പത്ത് നേടാൻ ഒരിക്കലും ബിസിനസ് തന്നെ വേണമെന്നില്ല. നല്ലൊരു ഹൈ ടാലൻ്റുള്ള എന്തെങ്കിലും ഒരു സ്കില്ല്, ഒരു കഴിവുണ്ടായാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത ടോപ്പിക്ക് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ഒപ്പം ആ ബെൽ ബട്ടണും കേട്ടോ. താങ്ക് യു.